ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആപ്ലിക്കേഷൻ മൾട്ടിപ്ലിക്കേഷൻ ഏഷ്യത്തിക്ക് എന്താ മച്ചന്മാരെ നമ്മൾ പുതിയ ഗെയിം പ്ലേ വീഡിയോ. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഗെയിം പ്ലേ ആണ് പാർട്ട് 4 അല്ല പാർട്ട് 3. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓ ഗൈസ്, നമ്മുടെ കയ്യിൽ ഒരു സ്ക്വയർ കീ ഉണ്ട്. ആ സ്ക്വയർ കീ നമ്മൾ വെച്ചത് ഈ ഡോറും കൂടി തുറക്കണം. അതെ, ഈ ഡോറാണ് നമുക്ക് തുറക്കേണ്ടത്. നമ്മൾ ഈ ഡോർ തുറന്ന് അകത്ത് കയറുക. പിന്നീട് എടാ ഡോറ് താനടഞ്ഞല്ലോ. അതാരാ ഗൈസ്, ആരും വരുന്നുണ്ട്. ഞാൻ വേഗം അകത്ത് വിളിച്ചു. ഓ ഏടായിരുന്നു. ഞാൻ വിചാരിച്ചു വേറെന്താ മുതുക്ക് പട്ടിക്ക് ഇപ്പോൾ തീറ്റ കൊടുക്കായിട്ടാ അതിൻ്റെ ആടൊക്കെ വരുന്നു. ഓക്കെ, അത് ഇവനെ കൊണ്ടാണെങ്കിൽ ഒരു 10 പൈസേൻ്റെ ഉപകാരമില്ല. വെറുതെ ആ മറ്റേ ഭാര്യ വരുമ്പോൾ കുരയ്ക്കാന്നല്ലാതെ. എന്നിട്ട് ഞാൻ തീറ്റിട്ട് കൊടുക്കാം ഗൈസ്. സത്യം പറയാലോ, മടുത്ത്. ഇതിൻ്റെ ഉള്ളിലിരുന്ന് മടുത്ത്. ഏകദേശം അരമണിക്കൂറായി ഇരിക്കുന്നു. ഓക്കെ, ഇവിടെ എന്താ ലാങ് വയർ എന്തിനാ? ലാങ് വയർ ഇസ് എ ട്വിസ്റ്റഡ് ഇൻ ടു എ ബാൾ. എന്തോ ആവശ്യമുള്ള സാധനമാണ് എന്തായാലും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതെന്തായാലും എടുത്തൊക്കെ ആവശ്യം വരും. ഓക്കെ, എൻ്റെ മോനെ ഇതെന്താ? എടാ ഇവളെന്താ ഇവിടെ? എടാ മോളു, അവള് പോയത് എന്നാ? ഇല്ല, നമ്മൾ കാണിച്ചു കൊടുക്കായിരുന്നു. ഇതെന്താ ലോക്കായ? അച്ഛന്റെ തക്കട് പാവയെ പാപ്പം പോയോ? സമാധാനം. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ വളരെയധികം പമ്മി പൊയ്യെ പുറത്തേക്ക് കടന്ന്. ഓക്കെ, നമുക്ക് മെല്ലെ പോയി നോക്കാം. എവിടെ അമ്മച്ചി? എവിടെ നോക്കട്ടെ. ഭാര്യ എവിടെ? അയ്യോ മോളു, ഏത് അച്ഛനെയും വേണ്ട അമ്മേനെയും വേണ്ട, കേക്ക് മാത്രം മതി ആ കൊച്ചിന്. ഓക്കെ പക്ഷെ ഇങ്ങനെ ഒരുത്തിന് എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും. കേക്ക് മാത്രം തിന്നുന്നേ എൻ്റെ കൂട്ടത്തിലത് ഞാനാ. അല്ല ഇത് ആരാണ്ട റേഡിയോ ഒക്കെ ഓണാക്കിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ. ഓക്കെ, അയ്യോ മോളു ഭാര്യ. ഗൈസ്, ഇവളുടെ മാനസികതയിലെ വളരെ മോശപ്പാടി ഗൈസ്. ഓക്കെ, ഒരു ഡേക്കുണ്ട് കേട്ടോ. ഇവളിപ്പോൾ താഴെ നിൽക്കല്ലേ, നമുക്ക് നൈസായിട്ട് ഇവള് കാണാതെ മേലേക്ക് പോകാതല്ലേ. മോളസെ താഴെ നിൽക്കട്ടോ ഗൈസ്. നമുക്ക് മേലെ പോയിട്ട് എന്താ വെച്ചാൽ മേലെ അലമാരൻ്റെ ഇടയിൽ നമുക്ക് ആ തിന്നു വയറുണ്ടല്ലോ, അത് വെച്ചിട്ടൊരു സുന എടുക്കാനുണ്ട്. അതാണ് നമ്മുടെ പാസ്വേഡ്. യെസ് ഗൈസ്, നമുക്ക് ഇപ്പം അറിയാം പോലീസുകാരൻ്റെ പാസ്വേഡ് എന്താന്ന്. നമുക്ക് വേഗം അത് കണ്ടുപിടിക്കാം. ദ ബാക്കി റീഡ്സ് പാസ്വേഡ് എന്താ പാസ്വേഡ് എന്നോ? ഗൈസ്, ഇയാളെന്താ മൊണ്ണയാണോ? ഇയാളെ മെയിൻ ആയിട്ടൊരു സാധനം ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ പാസ്വേഡ് സൈബർ ഇന്റലിജൻസിന്റെ കുറ്റകൃത്യങ്ങൾ തടയുന്ന സൈബർ സുഗു. പാസ്വേഡ് 1 തൊട്ട് 8 വരെ. അയ്യോ, ഇയാളൊക്കെ എങ്ങനെ പോലീസ് എടുത്തേ? ഗൈസ്, ഇപ്പൊ കളിയും ചിരിയൊക്കെ മാറും. അവള് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അയ്യോ ഇതാരാ ഈ ആടിപ്പാടി വരടേ? ഇവിടെ എത്തിയടാ. കണ്ടോ ആ പട്ടി ഇപ്പോഴല്ലേ കുറച്ച്. ഇത്ര നേരം കുറച്ചിട്ടില്ലല്ലോ. ബ്ലഡി ഫൂൾ. അവൾ അപ്പുറത്ത് കൂടെ വരും, എന്നാണ് ഇപ്പുറത്ത് കൂടെ പോകും. ഞാൻ ഏസിന് താഴേക്ക് ഇറങ്ങി, കാരണം ഇവിടെ എന്തൊക്കെയോ എടുക്കാനുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇവിടെ തീറ്റ ഇതുവരെ കഴിഞ്ഞില്ലേ? ഓക്കെ, അവിടെ എന്തോ TV ഒക്കെ ഉണ്ട് കേട്ടോ. അയ്യോ, ഈ വൃത്തികെട്ട സൗണ്ട്. ഞാൻ ഈ സ്ഥലമൊന്നും ഇതുവരെ ഗെയിമിൽ കണ്ടിട്ടില്ലല്ലോ. രോമാനും TV ക്കകത്തൊക്കെ എന്തൊക്കെയാണ് കാണിക്കണം. ഇതിൻ്റെ സ്വിച്ച് എവിടെയത്? എൻ്റെ പൊന്നോ. അപ്പം അടുത്തത് അവളെ ഫാണ്. അല്ലാ, അയ്യോ മോള്, നിനക്കൊരു ഫാൻ കളൊന്ന് അറ്റൻഡ് ചെയ്യട്ടോ. ഓ ഗൈസ്, ഓടി നമ്മൾ ഏകദേശം വീടിൻ്റെ ചുറ്റും 3 റൗണ്ട് ഓടി. ഓക്കെ, ഇവിടെ എന്തത് ടേസർ ബുള്ളറ്റ്. നമ്മൾ തിരിച്ച് അവിടെ തന്നെ എത്തി, കാരണം നമ്മളിവിടെ എന്തൊക്കെ എടുക്കാനുണ്ട്. അതാണ് സംഭവം. ഇവിടെ ഒരു സൂട്ട് പെട്ടി ഉണ്ട്. പെട്ടിക്ക് സൂട്ട് കേസ് ഉണ്ട്. എൻ്റെ പൊന്നോ. ഗൈസ്, ഇതാണ് വയർ കട്ടർ. നമുക്കിത് വെച്ച് വയർ കട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് എവിടുത്തെ വയറാ കട്ട് ചെയ്യാനുള്ള നോക്കട്ടെ. എവിടെ ചക്കൂടൂ. ഓക്കെ, ഇവിടെ ഒരു നമുക്ക് ചെയിൻ കട്ടർ വെച്ചിട്ടൊരു പരിപാടി ഉണ്ട്. ഓക്കെ, അത് തുറന്ന്. പക്ഷെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല ഇപ്പോൾ, കാരണം ഇവിടെ ഉണ്ട്. നമ്മൾ ലോക്കായി പോകും ചിലപ്പോൾ. ഗൈസ്, ഇതാണ് നമ്മുടെ കുഞ്ഞുമോളെ റൂം. ഇത് കുറേ നേരം ഇതിങ്ങനെ അടയ്ക്കാൻ തുറക്കൊക്കെ ചെയ്യും. നമുക്കിത് തുറന്നു നോക്കാം ഇതിനകത്ത് എന്താ ഉള്ളതെന്ന്. എൻ്റെ പൊന്നോ, ഇതെന്താണിത്? ഗെയിമിംഗ് റൂമാ. ഗൈസ്, ആരാ വരുന്നുണ്ട്? ആരാ അത്? ഓ, ഈ ചൊപ്പനായിരുന്നോ? ഗൈസ്, എങ്ങനെ നമ്മൾ കുഞ്ഞിൻ്റെ റൂമിൽ കയറുവാണ്. അമ്പടാ ഗെയിമിംഗ് റൂം. ഇത് വെറുതെ അടയ്ക്കാനുള്ളത്, വെറുതെ മനുഷ്യനെ പ്രാന്താക്കാനായിട്ട്. ഇതിനകത്ത് എന്താ ഉള്ളത്? അമ്പോ എമ്മാരി സെറ്റപ്പാ. ഇതെന്താണിത്? ECG മെഷീനോ? ഓക്കെ, ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ. മെഡിസിൻ ഓഫ് എന്തോ സാധനമാണ്. ബുള്ളറ്റ്, പില്ലറ്റ്, ചൊള്ളറ്റ്. ഇവിടെ ഒരു ഉണ്ട്. റെഡ്മി ഔട്ട്. ആദ്യം ഞാനത് ഇറങ്ങട്ടെ ഇവളെ കയ്യിൽ നിന്ന്, പിന്നല്ലേ നീ. ഓക്കെ, ഇവിടെ ഇനിയിപ്പോൾ വേറെ എന്താ ഉള്ളത്? വേറെ ഒന്നും ഇല്ലേ? വെറുതെ ചുമ്മാ ലൈറ്റും സെറ്റപ്പൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വേറെ ഒരു കിറ്റ് ഇതിനകത്തില്ല. ഗൈസ്, നമുക്ക് എന്തായാലും ബുള്ളറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് തൂക്കിലിടാൻ പറ്റുമോ നോക്കാം. എൻ്റെ മോനെ, കിട്ടി. ഗൈസ്, ഇനി വന്നു കഴിഞ്ഞാൽ നമുക്ക് വെടിവെച്ചിടാം. ബാ മോളെ ബാ. ഇവിടെ കാണാനില്ലല്ലോ. ഗൈസ്, അവളെ സ്റ്റെപ്പ് കയറി വരുന്നു. അവളെ മണ്ട നോക്കി പൊട്ടിക്കുന്നു. അതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ ഗൈസ്, നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ എവിടെയോ ഉണ്ട്. ഇവിടെ ഇപ്പോൾ വരും എന്തായാലും. നമുക്ക് നോക്കാം.
ഗൈസ് 10 മിനിറ്റായി കാത്തിരിക്കുന്നു, ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ നമുക്ക് ഇത് വരും. വന്നല്ലോ വന്നല്ലോ, ബാമളെ സ്റ്റെപ്പ് കയറി വാ. ചോട്ടായിൻ്റെ അടുത്തേക്ക് വാ. ചോട്ടായി പാലും പഴവും മേടിച്ചു തരാം, ഇങ്ങോട്ട് വാ. വാ. പോന്നോട്ടെ പോന്നോട്ടെ പോന്നോട്ടെ. അയ്യോ ഗൈസ്, അപമാനിച്ച് വിട്ടു സുഹൃത്തുക്കളെ. ഇതിലും വലിയ അപമാനം വേറെയില്ല. മൈൻഡ് ആക്കാതെ പോയടാ. എന്തൊക്കെ പ്ലാനിങ് ആയിരുന്നു. വരുമ്പോ തലയ്ക്ക് പൊട്ടിക്കുന്നു. അയ്യോ. ഓക്കെ, നമ്മളെന്തായാലും ബേസ്മെന്റിലോട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ അതേ നടക്കുള്ളൂ. ഇവിടെയാണെങ്കിൽ ഇതിപ്പോൾ എന്താണാവോ, ഇനി ഇവിടെ എന്തൊക്കെയാണാവോ ഉള്ളത്. പോട്ടെ ഗൈസ് പോട്ടെ, നമ്മളതിലൊന്നും വിഷമിച്ചിരിക്കാൻ പാടില്ല. നമുക്കിവിടെ വേറെ എന്തോ ഉണ്ട്. ഇതെന്താ പൊറോട്ടെ? പറാട്ട. ഈ മിസ്റ്റീരിയസ് മാസ്ക് എന്തോ കാര്യമൊന്നുമില്ല, വെറുതെ ഒരാവശ്യമില്ലാതെ. എടാ ഇതാണ് നമ്മൾ കണ്ട മുറി ഇട്ടു. ഓക്കെ, നമുക്ക് ഒരു ബുള്ളറ്റും കൂടെ കിട്ടി. എന്ത് കാര്യം ബുള്ളറ്റ് കിട്ടിയിട്ട്. എടാ ആരോ വരുന്നുണ്ടോ? ഇതാരാ? വരുന്നുണ്ടോ? ഓക്കെ, സീനില്ല. നമുക്ക് എന്തായാലും ഇവിടെയൊക്കെ എന്താ ഉള്ളത് നോക്കാം. ഇവിടേക്കാണ് ഫുള്ള് ഇരുട്ടാണല്ലോ. ഇവിടെ എന്താ പ്രൈ ഓപ്പൺ ലിഡ്. ഗൈസ്, ആ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഡോറ് തുറന്നിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്, പുറത്തേക്ക് പോകാൻ. അങ്ങനെ എന്തോ ആണ് സെറ്റപ്പ്. ഇവിടെ ലോക്കാണ്. ഇതെന്താ? ഓക്കെ, എൻ്റെ മോനെ. എടാ പിള്ളേരെ, ഇവിടെ നമ്മൾ ബുദ്ധി ഉപയോഗിക്കാതെ കളിച്ചാൽ കളി മാറും. കാരണം എന്താ പറയുക, ഇവിടെ കണ്ടോ, പച്ച മഞ്ഞ ചുമല 3 വയറുണ്ട്. ഇതിലേതോ ഒന്ന് ഞെക്കിയാൽ മാത്രമേ നമുക്ക് തുറക്കാൻ പറ്റത്തുള്ളൂ. പച്ച മഞ്ഞ ചുമല നോക്കേണ്ട ആവശ്യമില്ല ഗൈസ്, കാരണം ചുമല നോക്കിയാൽ എന്തായാലും സീനാവും. അപ്പോൾ നമുക്ക് പച്ച വെട്ടാം. ഓക്കെ, പച്ചയാണ് ആ ഡോറിൻ്റെ അങ്ങോട്ട് പോകുന്നത്. യെസ്. കണ്ടുപിടിച്ച് മക്കളെ, അവളുടെ വലിയ ലോക്ക്. അടി മോനെ പൂക്കുറ്റി. തുറക്കോട്ട്. ISR ബുദ്ധിയൊക്കെ ഇനി ഉപ്പിലിട്ട് വെക്കാം. ചൊപ്പ് ഇപ്പം അവള് ഓടി വരും. അയ്യോ, ഇതിൻ്റെ ആ കട്ടിൻ്റെ അടിയിലെങ്ങാനും കയറി വിളിക്കടാ. ഓക്കെ വിളിച്ച് ഇനി സീനില്ല. ഓക്കെ, അലാറം നിന്നാൽ മെല്ലെ ഇറങ്ങി നോക്കാം, അതാ നല്ലത്. ഓക്കെ, അലാറം നിന്ന്. ഓക്കെ, സീനില്ല. ഓക്കെ, ഇവിടെ വരാനൊന്നും പോലില്ല തോന്നുന്നുണ്ട്. ഓക്കെ, എടാ പൊട്ടിക്കേ. ഗൈസ്, അവളും പോയി, അവളെ കൊച്ചും പോയി. ഹാപ്പി. ഇനിയിപ്പോൾ ഏതാ പൊളിക്കണ്ടേ? പച്ച വയറ് പിടിച്ച് വെക്കാം. പച്ചയാണല്ലോ സാധാരണ. ഓക്കെ ഗൈസ്, നേരത്തെ പച്ച വെക്കാൻ മതിയായിരുന്നു. ചൊപ്പ്. ഓക്കെ ഗൈസ്, എങ്ങനെ നമ്മൾ ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഒന്നും കാണാനൊന്നുമില്ല. ഈ ചൊപ്പൻ. ഗൈസ്, ഇവിടെ ഒന്നും കാണാനില്ല കേട്ടോ. ഞാനാണെങ്കിൽ ഇവരോട് വീടൊക്കെ കറങ്ങി അടിച്ച് വന്നു. പക്ഷെ നമുക്കൊരു സാധനം കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കിട്ടാൻ പറ്റുള്ളൂ. എടാ, ഇത് ഇരുട്ടത്തിൻ്റെ ഇതാണ് കൗബാർ. ഈ കൗബാർ എടുത്തിട്ട് വേണം നമ്മൾ ബാക്കി പരിപാടിയൊക്കെ നോക്കാൻ. അവിടെ നമ്മൾ വേർത്തൊരു വാതിലുണ്ടല്ലേ, ഒരു ചുട്ടി വാതിൽ. അതന്നെ, ഇത് തുറക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വേണം. ഓക്കെ, ഇത് തുറന്ന് നമ്മൾ വെറുതെ റൂമിൽ കയറാം. എനിക്കൊന്ന് ഇവിടെയാണ്. ഗൈസ്, ഇവിടെയാണ് നമ്മുടെ മറ്റേ ഇൻവെസ്റ്റിഗേഷൻ. ടോർച്ചൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ മറ്റേ ഇൻവെസ്റ്റിഗേഷൻ്റെ റൂം. അങ്ങനെ തോന്നണേ. ഇവിടെ ഇരുന്നാണ് നമ്മൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കണം. എടാ, ഇവിടെ മറ്റേ CCTV ഒക്കെ ഉണ്ട്. പിടിക്കുമെന്ന് അറിയത്തില്ല. ഇനി ഇവിടെ നിന്ന് എന്തോ എടുക്കാണ്ട്. എന്തായാലും എന്താ എടുക്കണ്ടേ? കമാൻ ബ്രോക്കൺ കേസ്. കാര്യമൊന്നുമില്ല. എന്താ അത്? നിക്കിലി ഇസ് എ ഡിസപ്രേ പോയി. അത് ഫയൽ എന്താ ഉള്ളത്? ഇവിടെ നിക്കിലി. എവിടെ തിരിഞ്ഞാൽ നിക്കിലിയാണല്ലോ. ഓക്കെ, നമുക്കെന്തൊരു മോതിരം കിട്ടിയിട്ടുണ്ട്. ഈ സാധനം ഇത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വെറുതെ റിവ്യൂ ചോദിക്കുക, ഒരു കാര്യമില്ല. പരവതാനി. ഓക്കെ, എന്നാൽ പിന്നെ കുറച്ച് നേരം വിശ്രമിച്ചിട്ട് പോവാ. അല്ലേ വേണ്ട. ഓക്കെ, ഇതാരാ? അവിടെ തിരിച്ച് നമ്മൾ ഇവിടെ തന്നെ എത്തി. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ മേലോട്ട് കയറി വെക്കാം. ഇതെന്താണ് എത്ര പടി കയറിയിട്ട് ഇവിടെ അടുത്തേക്ക് എത്തണില്ല? അവിടെ ആരോ നിൽക്കണ്ട്. ഇനിയിപ്പോൾ നമ്മളെ പിടിക്കാനാണോ അല്ലെങ്കിൽ എന്താ പരിപാടി എന്നറിയില്ല. എന്തായാലും അവിടെ നിൽക്കണേ. പക്ഷെ നമ്മൾ എത്ര നടന്നിട്ടും അങ്ങോട്ട് എത്തണില്ല. പോട്ടെ. ഓക്കെ, അത് എടാ വാതിലടഞ്ഞല്ലോ. എങ്ങനെയൊക്കെ നമ്മളിവിടെ എത്തിയിട്ടോ. എന്തായാലും ഗൈസ്, കറക്റ്റ് സമയത്ത് നമുക്ക് തൂക്കിട്ടേ. അതുകൊണ്ട് അവിടെ തൊലമണ്ട അടിച്ച് പൊളിക്കാൻ പറ്റി നമുക്ക്. ഇല്ലെങ്കിൽ സീനായനെ. ഓക്കെ, ഇതിപ്പോൾ എന്താ സംഭവം? എന്താ ഇതിപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ പഴയ സ്ഥലത്തേക്ക് എത്തി. നമ്മൾ പോയത് വേറെ സ്ഥലത്ത് കൂടെ, വന്നത് വേറെ സ്ഥലത്ത് കൂടെ. എടാ, നമ്മുടെ റൂമൊക്കെ പോയടാ. മേലത്തെ നിലയൊക്കെ പോയല്ലോ. ഇത് എവിടാണിത്? ഇത് ആരെ പടമാണിത്? ഇയാൾ വെറുതെ ലാഗ് വിടുക കേട്ടോ. വെറുതെ ഒരു കാര്യമില്ല. നീ ഇപ്പം ആ പെണ്ണുങ്ങളെങ്ങനെ വരൂ? ഇവിടെ ആണെങ്കിൽ സോരയും ഇതൊക്കെ ആയിട്ട്. ഇതാരെ പടമൊക്കെ മെൻസ് റിങ് ഷേപ്പ് ഇടും. ഓക്കെ, നമ്മളെ നമ്മൾ അവിടെ നിന്ന് എടുത്ത മറ്റേ സുനുണ്ടല്ലോ, കൈ മറ്റേ മോതിരം താഴെ നമുക്ക് കിട്ടി. അത് നമ്മളിവിടെ വെച്ച്. ഇതിപ്പോൾ ഏതൊക്കെ റൂമാണിത്? എവിടേക്കാണിത്? ഇതേതാ റൂം? ബ്ലഡി ഫുൾ. ഇതിവിടെ അല്ലേ നമ്മൾ കറങ്ങി തിരിഞ്ഞ് വന്നേ?
നമ്മളെന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളവിടെ പഴയ റൂമിലേക്ക് കയറി അവിടുന്ന് വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാം. അവിടെ എന്തോ ഫ്യൂസ് ഉണ്ട്. ആ ഫ്യൂസ് നമ്മൾ എടുത്തിട്ട് നമ്മൾ മറ്റേ മെയിൻ സ്വിച്ചിനകത്ത് എന്തോ കൊണ്ടിടണം. ഇവിടെ എവിടെ ആണ് നമ്മുടെ മെയിൻ സ്വിച്ച് ഉള്ളത്? ഓക്കെ, നമ്മൾ ആ ഫ്യൂസ് അത് അവിടെ ഉണ്ടല്ലോ. ഓക്കെ, ഇവിടെ നമ്മൾ വെച്ചു. അതായത് നമ്മൾ മറ്റേ അടുക്കളേൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സ്ഥലത്താണ് നമ്മളെ ഫ്യൂസ് വെക്കേണ്ടത്. അവിടെ ഫ്യൂസ് വെച്ച്. ഇതാരാത്? ഹായ് ഏട്ടേ വന്നോ? ഞാൻ പേടിച്ചിരിക്കായിരുന്നു. ഇപ്പൊ കാപ്പി തരാട്ടോ. കോപ്പി അവിടെ നമ്മളെ തീർക്കാൻ വരിക. ബാ മോളെ ബാ, ഏട്ടാൻ്റെ ഒരു ബുള്ളറ്റ് ഇവിടെ ബാക്കിയുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഉറങ്ങട്ടെ, ഇന്ന് രാത്രി ഞാൻ ഉറങ്ങട്ടെ, ഇന്ന് രാത്രി ഞാൻ ഉറങ്ങട്ടെ, ഇന്ന് രാത്രി ഞാൻ ഉറങ്ങട്ടെ. Wait a minute. ഗെയ്സ് അവള് ഡെഡ് ആയി. ഓക്കെ, ഇനി എന്താ വുമൻസ് റിംഗ്. ഓക്കെ ഇനി നമുക്ക് കേക്ക് ഒറ്റയ്ക്ക് അടിക്കാം. കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇവിടെ എന്താ വുഡൻ ഷേപ്പ്ഡ് ഗ്രൂവ്. ഓക്കെ, ഇതിനകത്ത് വെച്ച് കൊടുക്കാം. എടാ പുതിയ ഡോർ ഓപ്പൺ ആയല്ലോ. ഓക്കെ, ഇതിനകത്ത് കയറി നോക്കാം. ഇനി ഇതെന്താണ്? ഇനി ഇവിടെ എന്തൊക്കെയാണോ ഉണ്ടാവാൻ പോണേ? ഇതെന്താ? ഇത് പഴയ ഫ്ലോറാണോ ഇനി? ഓ, ഇത് പഴയ നില. പക്ഷെ പഴയ നിലയിൽ 2 ക്ലോക്കോ? 2 പോയേ, അതെങ്ങനാ? ഓക്കെ ഇവിടെ എന്താ? ഇത് എന്തൊക്കെയാ? ഇത് കൂടെയൊക്കെയാ പോകണ്ടേ ഇപ്പോൾ? ഇത് മറ്റേ അയ്യോ ദേ ഇവിടുന്ന് വീണ്ടും വന്നേ. ഇവിടെയൊക്കെ തീർത്ത് വിട്ടതാണല്ലോ. ഇനിയിപ്പോൾ ഒന്നുകൂടെ നോക്കാം നമുക്ക്. ഓക്കെ, ഇത് എങ്ങനെ തിരിഞ്ഞാലും നശിച്ച ക്ലോക്കാണല്ലോ വരണേ. ക്ലോക്കിലിപ്പോൾ സമയത്രയും 10 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് മനസ്സിലാവണില്ല. വലത്തോട്ട് എവിടെ തിരിഞ്ഞാലും ക്ലോക്ക്. എൻ്റെ അമ്മോ, ഇതെന്താ? ഒരു ഡോറ് കിട്ടി. ഇതിനകത്ത് കയറി വെക്കാം. എന്തായാലും ഇതിനകത്ത് കയറി അവൾ പിടിക്കൂല. ഇതെന്താ മീനോ? മീനൊക്കെ എന്താ ഇവിടെ? മീന് പിടക്കണ മീൻ അല്ല, പിടക്കുന്നില്ല. പിടക്കാത്ത മീന്. പിടക്കാൻ തുടങ്ങിയോ? ഇതാരാ പിടക്കുന്ന മീനോ? ഗൈസ് സത്യമായിട്ടല്ലേ ഈ മീനും തന്നെ ബെഡിൽ കിടന്ന് പിടച്ചോണ്ടിരിക്കണേന്ന്. എന്നാൽ ഈ മീൻ ഇതൊക്കെ വന്നത് ഗൈസ്. ആ പിടച്ചോണ്ടിരിക്കുന്നത് നമ്മളെ മോളാണ്. അവൾ എങ്ങനെ പിടയ്ക്കാൻ തുടങ്ങിയെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇതൊക്കെ ഏതൊക്കെ വഴി കൂടെയാണ് ഞാനീ പോണേ? ഞാൻ ആ വഴി വിചാരിച്ച ഈ വഴി കയറിയപ്പോഴാണ് ആ വഴിയല്ല ഈ വഴിയാണ് ആ വഴിയെന്ന് മനസ്സിലായത്. ഇതിപ്പോൾ ഏത് കൂടെയൊക്കെ പോകണം? അല്ല, നമ്മളെ മാര് അവിടെ നിന്ന് തപ്പുന്നുണ്ട്. ഓക്കെ, മോളോ കറങ്ങിക്കോട്ടോ. ചേട്ടാ ഇവിടെ ഇല്ല. ഗൈസ് കറങ്ങിക്കുന്നുണ്ട്. ഞാനാണ് ഈ ലോകം മൊത്തം കറങ്ങണേ. ഇത് എവിടെയാണ് ഈ റൂം? എനിക്കാണെങ്കിൽ കുറച്ച് വെള്ളം മതി. ആരെങ്കിലും കുറച്ച് വെള്ളം കൊണ്ട് വെള്ളം അവിടെ ഒരു ബക്കറ്റല്ലേ ഇരിക്കണേ. എടാ കിട്ടി മക്കളെ. ദുന്തു വിനാദം കിട്ടി വെള്ളം കിട്ടി. ഇതെടുത്ത് നേരെ അവളെ കണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. ഇട്. ഇത് കാലിയോ? എംറ്റി ബക്കറ്റ് വിത്ത്. എടാ അത് കാലിയാണല്ലോ പറഞ്ഞ പോലെ. മുണിച്ച കുറച്ചേരം കൂടെ ഹോൾഡാക്കെ. ഗൈസ് പിന്നെ ഇവന്മാർ എന്തിനാ എന്നിട്ട് വെള്ളത്തിന് ഓടിപ്പിച്ചേ? ഇതെന്താ ലീവ് ഫോർ എവർ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഗൈസ് കഴിഞ്ഞടാ. എടാ നടന്നിട്ട് എത്തുന്നില്ലല്ലോ. പോട്ടെ കേറട്ടെ. ഗൈസ് കഴിഞ്ഞ്. എടാ എന്താടാ എത്താത്തേ? ഗൈസ് ഇനി പ്രാങ്കാണോന്നറിയില്ല. ചിലപ്പോൾ ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും വേറെ എന്തെങ്കിലുമൊക്കെ പറയാം. ഓക്കെ, പുറത്തിറങ്ങ് പോ. ഏണിയോ എന്താച്ചാ വലിഞ്ഞ് കയറി. ഗൈസ് ഇതൂടെ കഴിഞ്ഞെന്നാണ് തോന്നണേ. എടാ ആ വെളിച്ചം അതെ തൂമഞ്ഞേ മായല്ലേ. ഗൈസ് കഴിഞ്ഞു. അങ്ങനെ ഇതെന്താ പ്രൊഡ്യൂസർ ലീസൺ ഹവളിയു അങ്ങനെ എന്തോ ആണ്. പിന്നെന്താണ് യൊപ്പനാ? ഇന്ന് രാത്രി ഞാൻ ഉറങ്ങട്ടെ, ഇന്ന് രാത്രി ഞാൻ ഉറങ്ങട്ടെ, ഇന്ന് രാത്രി ഞാൻ ഉറങ്ങട്ടെ, ഇന്ന് രാത്രി ഞാൻ ഉറങ്ങട്ടെ.